കർത്താതി കർത്താനും ദേവാദി ദേവനുമേ. 2015 യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം, അത്ഭുത സാക്ഷ്യങ്ങൾ തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. 2015 യേശുവോടൊത്ത് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ. നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ, സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. യേശുവേ 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 യേശുവേ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം കൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവിനെ ഇടയാക്കി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നമ്മൾ ഇന്നലെ മെസ്സേജ് കേട്ടല്ലോ, അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഞാൻ പറയട്ടെ, ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഹീ ഈസ് എ ന്യൂ ക്രിയേഷൻ, ദ ഓൾഡ് തിങ്സ് ഹാവ് പാസ്ഡ്, ന്യൂ ഹാസ് കം. യേശുവിലേക്ക് ഒരാൾ വരുമ്പോൾ their personality changes, their DNA changes. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലേ, നിങ്ങൾ യേശുവിനെ അറിയുന്ന ആ ദിവസം മുതൽ നിങ്ങൾ മൊത്തം ഡിഫറെൻ്റാണ്. നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന രീതികൾ ഡിഫറെൻ്റാണ്. നിങ്ങൾ ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം അയ്യോ എന്നല്ല വെക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ എന്നാണ് പറയുന്നത്. പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്നറിയാമോ, നമ്മൾ സ്കൂളിൽ പോകുന്നവരാണ്, നമ്മൾ ജോലിക്ക് പോകുന്നവരുണ്ട്. അവിടെ പോകുമ്പോൾ പറയും, നിന്നെ കൊണ്ട് ഇത് കൊള്ളത്തില്ല, നിന്നെ കൊണ്ട് അത് കൊള്ളത്തില്ല. ബോസ് എന്നെ കൊണ്ട് പറയും, നിനക്ക് ഈ കഴിവില്ല, ഈ കഴിവില്ല. എന്നിട്ട് ഇത് കേട്ട് എന്നാ പറ്റുന്നതെന്നറിയോ, നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയും, അവരെല്ലാം പറഞ്ഞ് ശരിയാ. പക്ഷേ അതൊന്നും പറയുന്നത് ശരിയല്ല. ആമേൻ. നിങ്ങളെക്കുറിച്ച് വചനം എന്താണോ പറയുന്നത് അതാണ് നിങ്ങൾ. വാട്ട് ദ വേർഡ് സേസ് ദാറ്റ് ഇസ് യു. വചനം എന്നാ പറയുന്നത്, യു ആർ മോർ ദാൻ എ കോൺകറർ, എവറിത്തിങ് ദാറ്റ് യു ടച്ച് ആൻഡ് ഡു ഷാൽ പ്രോസ്പർ. ആമേൻ. അത് നിങ്ങൾ കേൾക്കുക, ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഇൻ യുവർ ലൈഫ്. അതുതന്നെയാണ് ഇന്നലത്തെ മെസ്സേജ്. ഞാൻ പറയട്ടെ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ യുവർ പോസിബിലിറ്റീസ് ആർ ഇമ്മെൻസ്. ഈ ലോകത്തിലെ ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇൻഫിനിറ്റ് ഐഡിയാസ് ആയിരിക്കും നിങ്ങൾക്കുള്ളത്. കാരണം നിങ്ങളുടെ ഗുണം കൊണ്ടല്ല കേട്ടോ. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും, എന്നെക്കൊണ്ടെല്ലാം കാണിക്കും. എല്ലാം കൃപയാണ്. ഞാൻ പറയട്ടെ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ട് മാത്രമാണ്. അതായിരിക്കും ഇന്നത്തെ മെസ്സേജ്. സോ ഹോപ്പ് ഇറ്റ് വിൽ ബി എ ബ്ലെസ്സിങ് ഫോർ യു. സോ ഓവർ ടു ദ മെസ്സേജ്. എന്നാണ് ഈ ബ്രദറിൻ്റെ പേര്. ബ്രദറിൻ്റെ വിടുതൽ ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടത്. ഹല്ലേലൂയ. കോട്ടയത്ത് നമ്മുടെ ഒരു മീറ്റിംഗ്, ഒരു വെള്ളിയാഴ്ച മീറ്റിംഗ് നടക്കുമ്പോൾ ഈ ബ്രദറിനെ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും അമ്മയും നമ്മുടെ വൈക്കത്തുള്ളൊരു സഹോദരനും ചേർന്ന് കോട്ടയത്ത് ആ മീറ്റിങ്ങിൽ വന്നിരുന്നു. അന്ന് വചനം കേട്ടു അല്ലേ? കേട്ടു, വചനം കേട്ടു. വചനത്തിൽ കൂടെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആ വചനത്തിൽ കൂടെ ഈ മകനെ അന്ന് തൊട്ടു. അന്നവിടെ വന്നപ്പോഴത്തെ അവസ്ഥ, ഇദ്ദേഹത്തിന് അല്പം പോലും ശബ്ദം വെളിയിൽ വരാൻ കഴിയാതെ പൂർണ്ണമായിട്ട് ശബ്ദം നഷ്ടപ്പെട്ടു പോയി. പെട്ടെന്നാണ് സംഭവിച്ചത്. ഇനിയൊരു ഓപ്പറേഷൻ അടുത്ത ദിവസം ചെയ്യണം എന്ന് പറഞ്ഞാണ് ഈ ബ്രദർ ഇവിടെ വന്നത്. അതെന്തായിരുന്നു അന്ന് എന്തായിരുന്നു രോഗം? ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ചുമ വന്നു. ഒരു 2-3 മിനിറ്റിന് സംസാരിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. ഏകദേശം 5 ദിവസത്തോളം ഞാൻ വീട്ടിൽ സംസാരിച്ച ശേഷം എനിക്കില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല. തൊണ്ടയിൽ വെള്ളം ഇറങ്ങത്തില്ല. അതായത് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിലും 2 തുള്ളി വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റുള്ളൂ. 3ാമത്തെ തുള്ളി കുടിക്കുമ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നല്ല പെയിനായിരുന്നു. അതുകൊണ്ട് 2 തുള്ളി ആകെപ്പാടെ കുടിക്കാൻ പറ്റില്ല, 3ാമത്തെ തുള്ളി കുടിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് പെയിനായിരുന്നു. അല്പം പോലും ശബ്ദം വെളിയിലോട്ട് വരുന്നില്ല.
എന്നെ കാണുമ്പോൾ ആംഗ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. കൂടെ വന്നവരെ എന്നോട് ഈ വിവരങ്ങൾ വിവരിച്ചു പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ തൊണ്ടയിൽ ഞെരുമ്പ് പൊട്ടിയിരിക്കുകയാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച എനിക്ക് ഓപ്പറേഷൻ നിശ്ചയിക്കുകയായിരുന്നു. പക്ഷേ ആ തിങ്കളാഴ്ച എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. കാര്യം വെള്ളിയാഴ്ച എന്നെ കർത്താവ് സൗഖ്യം തന്നു. അവിടെ എൻ്റെ കർത്താവ് ഒരു അത്ഭുതമായി എന്നെ തൊടുകയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇദ്ദേഹം താഴെ അങ്ങ് മറിഞ്ഞ് ഇരുന്ന് പോവുകയും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ശക്തി വിട്ടുപോയ ഒരു അനുഭവം ഉണ്ടായെന്ന് എന്നോട് പറഞ്ഞല്ലേ. അതെ. എന്നിട്ട് അദ്ദേഹത്തിന് അന്നേരം ശബ്ദം വെളിയിലോട്ട് വരുന്നില്ല. യേശുവേ യേശുവേ എന്ന് അദ്ദേഹം വിളിക്കാൻ തുടങ്ങി. അപ്പം ഈ എയർ വരുന്ന പോലെ കേൾക്കത്തുള്ളൂ. യേശുവേ യേശുവേ ഇങ്ങനെ വിളിച്ച് അദ്ദേഹം പെട്ടെന്ന് കർത്താവേ എന്ന് വിളിക്കുന്ന കൂടെ ഇദ്ദേഹത്തിൻ്റെ ശബ്ദം പെട്ടെന്ന് അങ്ങ് തുറന്നു. മിണ്ടാതിരുന്ന വ്യക്തി ശബ്ദമെടുത്ത് യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങി ആ സ്പോട്ടിൽ. മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞു എനിക്കിപ്പം വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ഒരു കുപ്പി വെള്ളം മുഴുവൻ ഒറ്റയടിക്ക് ഇദ്ദേഹം കുടിച്ചു. 5 ദിവസമായിട്ട് ഒരടപ്പ് വെള്ളം വീതം അല്ലേ? 5 ദിവസമായിട്ട് ഒരടപ്പ് വെള്ളം വീതം കുടിച്ചു. ഒരു ദിവസം കുടിച്ച ആൾ ഒരു കുപ്പി വെള്ളം കുടിച്ച് എനിക്ക് ഇനിയും വെള്ളം വേണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അപ്പുറേ കടയിൽ പോയി സഹോദരന്മാർ ഓടിച്ചെന്ന് അടുത്ത ഒരു കുപ്പി വെള്ളം കൂടെ വന്ന് അതും ഇദ്ദേഹം കുടിച്ചു. അവിടുന്ന് അമ്മയെ ഫോണിൽ വിളിച്ചു, യേശു എന്നെ വിടുവിച്ചെന്ന് പറഞ്ഞു. പ്രൈസ് സ്പോട്ടിൽ അത് ഞരമ്പ് പൊട്ടിയതാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയ, പക്ഷേ ഒരു പിശാചിൻ്റെ പിടിയിലായിരുന്നു താൻ. പൂർണ്ണ വിടുതലുണ്ടായി. പിന്നെ ഓപ്പറേഷൻ വേണ്ടത് ഒന്നും വന്നില്ല, കർത്താവിൻ്റെ സൗഖ്യമാക്കി. പിന്നെ ഡോക്ടറോട് ഞാൻ ഇത് കാര്യം പറഞ്ഞു, പക്ഷെ ഡോക്ടർ അക്സെപ്റ്റ് ചെയ്തില്ല, വിശ്വാസം വന്നില്ല. ഡോക്ടർക്ക് വിശ്വാസം വന്നില്ല ഇത്രയും വർത്താനം പറഞ്ഞിട്ടും. പിന്നെ ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇതിപ്പോ 3 പ്രാവശ്യം വിളിക്കാം, യേശുവേ വിളിക്കാം. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരത്ഭുതമാണിത്. നിങ്ങൾ TV പ്രോഗ്രാമിലൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു അത്ഭുതമാണ്. പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുത്തു. അനേക വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സാക്ഷിയായിട്ട് ഇവിടെ വന്നിരിക്കുക. ഏത് വർഷമായിരുന്നു? ഇദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നിയുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ച് അത് ശരീരത്തിനുള്ളിലിരുന്ന് പഴുത്ത് അത് എടുത്തു കളയാൻ ശരീരം തുറന്ന് എടുത്തു കളയുന്നതിന് തൊട്ട് മുമ്പ് തങ്കു ബ്രദർ ഈ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന യേശുവിൻ്റെ നാമത്തിൽ അതിന് ജീവൻ വെക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഇദ്ദേഹം കടന്നുപോയി. എന്നെ ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വേണ്ട, ഇത് മുറിക്കണം. അപ്പോൾ വീണ്ടും ഇത് മുറിച്ചു തുറന്നപ്പോൾ കണ്ട കാഴ്ച, കഴിഞ്ഞ ദിവസം വരെ ടെസ്റ്റിൽ പഴുത്ത് പ്രശ്നമായിരുന്ന കിഡ്നി പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാഴ്ച. ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്തു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി അനസ്തേഷ്യ തന്നത് വരെ എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം എനിക്കറിയത്തില്ല. എൻ്റെ ശരീരം കട്ട് ചെയ്തപ്പോൾ അവിടെ വലിയൊരു മിറക്കിൾ അവിടെ സംഭവിച്ചിരിക്കുകയാണ്. പുതിയൊരു കിഡ്നി, തങ്കു ബ്രദർ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ പുതിയൊരു കിഡ്നി അവിടെ ദൈവം തമ്പുരാൻ എനിക്ക് കൃപ തന്നു. ആദ്യം നടുവേദനയായിരുന്നു. ഞാൻ ഗൾഫിലായിരുന്നു, അബുദാബിയിലായിരുന്നു. അവിടെ മിലിറ്ററി ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ എൻ്റെ ഡോക്ടേഴ്സിനെ കാണിച്ചു കഴിഞ്ഞപ്പം അവർ കിഡ്നിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ഇതായതുകൊണ്ട് ഞാൻ അവിടെ കാണിക്കാനോ ഓപ്പറേഷൻ ചെയ്യാനോ ഒന്നും താല്പര്യപ്പെട്ടില്ല. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് പോകുന്ന ഞാൻ എൻ്റെ കസിനാണ്. പുള്ളിയുടെ അടുത്ത് ഞാൻ ജോലിക്ക് പുള്ളിയുടെ കൂടെ തന്നെ ഞാൻ കയറി. അങ്ങനെ ഓണത്തിൻ്റെ ഒരു സമയത്ത് വീണ്ടും എനിക്ക് നടുവേദന, വീണ്ടും ബാക്ക് പെയിൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഡോക്ടറിനെ പോയി കണ്ടു. മെഡിക്കൽ ട്രസ്റ്റിലാണ്. ഡോക്ടറിനെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ, ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ബുദ്ധിമുട്ടായി. ഇത് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിൽ വേറെ പലവിധമായിട്ടുള്ള അസുഖങ്ങളുണ്ട്. ഇത് അഴുകുക എന്നാണ് അവർ. അതായത് നമുക്ക് ഡയഗ്രാം വരച്ച് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ബലൂണിൻ്റെ അകത്ത് എങ്ങനെ വെള്ളം ഒഴിച്ചാൽ ബലൂൺ തൂങ്ങി കിടക്കുക, അതേപോലാണ് എൻ്റെ കിഡ്നി കിടക്കുന്നത്. നമുക്ക് അത് പ്രവർത്തിക്കുന്ന സാധനമേ അല്ല. 0 വർക്കിംഗ് ആണ് അത് നിൽക്കുന്നത്. 0% വർക്കിങ്ങിലാണ് നിൽക്കുന്നത്. അത് മുറിച്ച് മാറ്റണം. അതോടൊപ്പം തന്നെ എൻ്റെ മറ്റേ കിഡ്നിയിലേക്ക് എഫക്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പം അച്ഛനോട് ഞാൻ ആദ്യമേ പറഞ്ഞാൽ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബ്രദറെ അങ്ങനെ
ഭാരപ്പെട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു തങ്കുബേർ അന്ന് എറണാകുളത്ത് എന്തോ ആവശ്യത്തിന് വന്നപ്പം പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രയർ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റീജിയണൽ സ്പോർട്സ് സെൻറ്ററിൽ വെച്ച് മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തു. അന്ന് ബിനുവിനെ വൈകുന്നേരം അവിടെ മീറ്റിങ്ങിന് ചെന്നപ്പോൾ തങ്കുബേർ അവസാനം എങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറെ നാളെ അഡ്മിറ്റ് ചെയ്യാൻ പോവാണ്, ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ബ്രദർ പറഞ്ഞു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നത്, അവിടെ ഒരു പുതിയ കിഡ്നി സൃഷ്ടിക്കപ്പെടുമെന്ന് തങ്കുബേർ പ്രാർത്ഥിച്ചു. പക്ഷേ അടുത്ത ദിവസം രാവിലെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം തന്നെ പിന്നെയും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഉച്ചയ്ക്ക് 12 മണിക്ക് ഓപ്പറേഷൻ ടേബിളിൽ കയറ്റി കിടത്തി അനസ്തേഷ്യ കൊടുത്ത് ഓപ്പറേഷൻ വേണ്ടി കിടത്തി. വയറ് ഇപ്പോഴും സ്കാർ ഇപ്പോഴും കൊണ്ട് ഈ സ്കാറിൽ എനിക്ക് കാണിക്കുന്നതിന് ഒരു ഇതുമില്ല. ഇപ്പോഴും ഇത് സ്കാറുണ്ട് ഇവിടെ, കീറിയ പാട് ഓപ്പറേഷന് വേണ്ടി പോയി കിടന്നതാണ്. പക്ഷേ ആ കീറിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു മിറക്കിൾ സംഭവിച്ചേക്കുന്നത്. ഉടനെ തന്നെ ഡോക്ടർ എൻ്റെ വൈഫിനെ വിളിച്ച് പെട്ടെന്ന് വാ സിസ്റ്ററെ, ഞാനിതൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഈ കിഡ്നി തിരിച്ച് അതേപോലെ തന്നെ വെച്ച് ഞാൻ വിടുവാണ്. ഇത് കീറിയേക്കുന്നത് കൊണ്ട് കുത്തിക്കെട്ടി ഏതാണ്ട് ഒരു 10-35 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ആ കിഡ്നി അന്ന് ദൈവം തമ്പുരാൻ എനിക്ക് വീണ്ടും സൃഷ്ടിച്ചെന്ന് ഇന്നിപ്പം ബ്രദറിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോഴും ആ കിഡ്നി കൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ആമേൻ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. എത്ര വർഷമായി സൗഖ്യമായിട്ട്? 2007 സൗഖ്യമായി, സെപ്റ്റംബർ 6. 7 വർഷമായി. ഒരു കുഴപ്പമില്ല. പിന്നെ അതിനെ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ദൈവം പുതിയത് സൃഷ്ടിച്ചു, പിന്നെ നമ്മൾ ഇനി അതിനെക്കുറിച്ച് ബോധർ ചെയ്യും. അതോടുകൂടെ ആ നടുവേദനയും രോഗപ്രശ്നങ്ങളൊക്കെ മാറി, എല്ലാം മാറി. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അന്ന് മുതൽ ഇന്നിപ്പം ബ്രദറിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും ഞാൻ ആ കിഡ്നിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ആമി പൂർണ്ണ ആരോഗ്യമായിട്ട് ഞാൻ നിൽക്കുന്നത്. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പാൻക്രിയാറ്റൈറ്റിസ് ആയിരുന്നു. പാൻക്രിയാസിൽ ഡക്റ്റ് ചുരുങ്ങിപ്പോയി. അതിലൂടെ എൻസോയമകളൊന്നും പുറത്തേക്ക് വിടാതെ അതിൽ തന്നെ കെട്ടിവെച്ച് നീര് വയ്ക്കും. അങ്ങനെ ഒത്തിരി പെയിൻ വരും. അത് ചികിത്സ മാറ്റാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. ഒത്തിരി ചികിത്സ ചെയ്ത് 8 വർഷത്തോളം അതിന് വേണ്ടി ചികിത്സിച്ചു. എന്നിട്ടും സൗഖ്യമാക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും അവിടെ അത് ക്യാൻസറായി. പിന്നെ ഒരിക്കലും ഒരു ചാൻസും ഡോക്ടർമാർ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ അടുത്തൊരു ദേവദാസം വന്ന് പറയുന്നത്, ഞാൻ എടപ്പള്ളിയിൽ നമ്മുടെ ചർച്ചിലേക്ക് വന്നു. അവിടെ എടപ്പള്ളി നമ്മുടെ ചർച്ചിൽ വന്നിരുന്നു. അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഒരു ഞായറാഴ്ച ആരാധനയിലാണ് വന്നിരുന്നത്. അവിടെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കർത്താവ് അവിടെ സൗഖ്യമാക്കി. ഞാൻ പിന്നീട് വീണ്ടും പോയി ടെസ്റ്റ് ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ആ ചുരുങ്ങിപ്പോയിരുന്ന ഡക്റ്റ് പൂർണ്ണസ്ഥിതിയിലായിരിക്കുന്ന ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. അതിനു മുമ്പ് ഡോക്ടർമാർ ഏറ്റവും ആധുനികമായിട്ടുള്ള ഇതിൽ അതായത് സ്റ്റെൻറ്റ് ചെയ്തിട്ട് പോലും അത് കറക്റ്റായിട്ടുള്ള ഇതിൽ വന്നിരുന്നില്ല. പക്ഷേ യേശുവെ എന്ന് വിളിച്ച ആ നിമിഷം തന്നെ കർത്താവ് അത് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. വീണ്ടും ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ക്യാൻസറിൻ്റെ ഒരു പ്രശ്നം പോലും ഇല്ലായിരുന്നു. പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യമാക്കി. ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചതാണ്. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ക്യാൻസർ ആണെന്ന് പറഞ്ഞു ഡോക്ടർമാർ. അടുത്ത പ്രാർത്ഥന കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ ക്യാൻസർ ഇല്ല. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കും. അന്ന് ശരീരത്തിന് എന്തായിരുന്നു പ്രോബ്ലങ്ങൾ ഉണ്ടായത്? പ്രയാസം എന്തായിരുന്നു? പ്രയാസം വെച്ചാൽ പെയിൻ ഉണ്ടാവുമായിരുന്നു. അതുപോലെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. വളരെ നോർമൽ ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളായിരുന്നു. ഒരു കരിക്കും വെള്ളം റോബസ്റ്റ് പഴം മാത്രം കഴിച്ച് ഞാൻ കുറച്ച് നാളുകൾ ജീവിച്ചിട്ടുണ്ട്. അതിനൊന്നും തന്നെ എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഈ പാൻക്രിയാസിന്റെ പ്രോബ്ലം കൊണ്ട്. അതെ കഴിച്ചു കഴിഞ്ഞാൽ ദഹനം കിട്ടില്ല. അതുപോലെ പ്രോബ്ലംസ് ആയിരുന്നു. ഇതേ പ്രോബ്ലം തന്നെയായിട്ട് സുഭാഷ് ബ്രദറിന്റെ ബ്രദർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാ. വീട്ടിൽ മരിച്ചിരുന്നു. അതെ, ഇതേ പ്രോബ്ലമായിട്ട് തന്നെ. അപ്പോൾ വീട്ടുകാർ എൻ്റെയും അവസ്ഥ അങ്ങനെയായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് എന്നെ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. ഈ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ ഇപ്പം നോർമലായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം നോർമലായിട്ട് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. ഇപ്പോൾ ഒരു ദിവസങ്ങളിൽ 2-3 നേരങ്ങളിലും ബിരിയാണി ഒക്കെ കഴിക്കാറുണ്ട്. ഒരു കുഴപ്പം. 3 ബിരിയാണിയോ? 3 നേരവും ബിരിയാണി കഴിക്കാറുണ്ട്. ഒരു കുഴപ്പവും ഇല്ല. ആളിങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ദിവസം 3 ബിരിയാണി കഴിക്കും. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പത്രോസ് 1-ാം അധ്യായത്തിലെ അവസാനത്തെ വാചകം ഇങ്ങനെയാണ്: അതാകുന്നു ഞങ്ങൾ പ്രസംഗിച്ച വചനം. 1 പത്രോസ് 1:23 അവസാനത്തെ ഒരു വാചകം വായിച്ചാട്ട്. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഏതാകുന്നു? അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. 23-ാം വാക്യം വായിച്ച്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ വചനത്താലുള്ള സൗഖ്യം കണ്ടു. വചനത്താൽ തന്നെ വേറൊരു കാര്യം കൊണ്ട് നടക്കും: വീണ്ടും ജനനം. ഉറക്കെ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, ആദാമിന്റെ മകനായിരുന്ന നിങ്ങൾ ദൈവമകനായി മാറും.
അപ്പനും അമ്മയും നേടിയ അവകാശങ്ങളും മക്കൾക്കുള്ളതാ, അവര് നേടിയ കുഴപ്പങ്ങളും മക്കൾക്കുള്ളതാ. അങ്ങനല്ലേ? ഒരപ്പൻ ഒരു വലിയ കടഭാരം ഉണ്ടാക്കി വെച്ചു. ആ അപ്പൻ മരിച്ചുപോയ നാട്ടുകാർ ആരെടുക്കൽ വരും? അടുത്തിരിക്കുന്ന ഞാൻ അപ്പൻ്റെ കുഴപ്പങ്ങളും നിങ്ങൾ വഹിച്ചേ ഒക്കത്തുള്ളൂ. അപ്പോൾ തന്നെ അപ്പൻ കുറെ നന്മകൾ നേടിയിട്ടുണ്ടെങ്കിൽ അതും ആർക്കുള്ളതാ? ആദാം മുഖേന കിട്ടിയ ഒത്തിരി കുഴപ്പങ്ങളുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. നിരാശ, ഭയം, നരകത്തെക്കുറിച്ചുള്ള ഭയം, മരണഭയം, അല്ലേ? വഴക്ക്, അരിശം, കോപം എല്ലാം കഴിയുമ്പോൾ നമ്മൾ ഓർക്കും, കോപിക്കണ്ടായിരുന്നു, അന്നേരം അത് പറയണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഓർത്തിട്ടുള്ളവരെന്ന് കൈ ഉയർത്തിപ്പിടിച്ച്, അല്ലേ? അത് പറയണ്ടായിരുന്നു. എന്തോ ചെയ്യാനാ, അപ്പൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വന്നതാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു സദ്വർത്തമാനം പറയാനുണ്ട്. പുതിയൊരു ജനനം ദൈവം തരുന്നു. പുതിയൊരു ആദാമിനെ ദൈവം വിട്ടിട്ടുണ്ട്. അവൻ്റെ പേരെത്ര? വചനം. ഉറക്കെ പറഞ്ഞേ. അതിനെക്കുറിച്ച് എവിടെ പറയുന്നത്? കെടുന്ന ബീജത്താൽ അല്ല, പിന്നെ കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പത്രോസിന്റെ ഒക്കെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട പുതിയ ജീവിതത്തിലേക്ക് വന്നവരോടാണ് ഇത് പറയുന്നത്. നിങ്ങളിപ്പോ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും ജനിച്ചിരിക്കുന്നു. യേശുവിനെ സ്വീകരിച്ചതോടെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും ജനിച്ചിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളുടെ പപ്പ ആയിരിക്കുന്നു. കൈ കൊടുത്ത് പറഞ്ഞിട്ട്, ദൈവം നിങ്ങളുടെ പപ്പ ആയിരിക്കുന്നു. ദൈവത്തിന്റെ നന്മകളെല്ലാം നിങ്ങൾക്കുള്ളതാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്ന, മക്കളെങ്കിലോ നാം അവകാശികളാ. ഈ അപ്പച്ചൻ, ആദാം അപ്പച്ചൻ നമുക്ക് വേണ്ടി ഒത്തിരി തിന്മകളൂടെ നേടിവെച്ചു. അത് നമ്മൾ അനുഭവിച്ചേ ഒക്കത്തുള്ളൂ. എന്നാൽ യേശു എന്ന ഒടുവിലത്തെ ആദാം എന്ത് എന്നറിയാമോ? ആദാമിലൂടെ വന്ന തിന്മകൾ മുഴുവൻ തൻ്റെ മേൽ ഏറ്റെടുത്തു. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മൾ ഈ ലോകത്തിൽ പല എക്സ്ചേഞ്ച് ഓഫറുകൾ കേട്ടിട്ടുണ്ട്. പഴയ ഫ്രിഡ്ജ് കൊണ്ടുവരിക, കുറച്ച് രൂപയും കൂടെ തരിക, പുതിയ ഫ്രിഡ്ജ് കൊണ്ടുപോവുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമ്മൾ പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ. എന്നാൽ കാൽവറിയിൽ നടന്ന പോലെ ഒരു എക്സ്ചേഞ്ച് ഓഫർ എങ്ങും നടന്നിട്ടില്ല. നിങ്ങളുടെ നശിച്ച ജീവിതം കൊണ്ടുവരിക, സൗജന്യമായി നല്ല ജീവിതം കൊണ്ടുപോവുക. നിങ്ങളുടെ ശാപം എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, അനുഗ്രഹം നിങ്ങൾ കൊണ്ടുപോവുക. നിങ്ങളുടെ രോഗം എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, രോഗം ഞാൻ ഏറ്റെടുക്കുന്നു, സൗഖ്യം നിങ്ങൾക്ക് തരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവൻ നമുക്ക് വേണ്ടി ദാരിദ്ര്യനായി നമ്മൾ സമ്പന്നരാകാൻ. നിന്റെ ദാരിദ്ര്യം ഇവിടെ കൊണ്ടുവരിക, എൻ്റെ സമ്പന്നത ഞാൻ തരാം. എന്ത് ചെയ്താലും പരാജയം, എത്ര ബിസിനസ് ചെയ്താലും തൊട്ടത് മുഴുവൻ പരാജയമായി. എന്നെ കേൾക്കുന്ന സ്നേഹിത, അടുത്ത പദ്ധതി, അടുത്ത ബുദ്ധി, അടുത്ത ആരെ നോക്കുമെന്ന് നീ നോക്കണ്ട. വരേണ്ടവന്റെ അടുക്കൽ നീ വന്നിട്ടുണ്ട്. യേശുവിനെ നിന്റെ ബിസിനസ്സിലേക്ക് വിളിച്ചോ, നിന്റെ ജീവിതത്തിലേക്ക് വിളിച്ചോ. ശൂന്യമായ പത്രോസിന്റെ പടകിനെ നിറച്ചവൻ നിന്റെ ബിസിനസ്സിനെ നിറയ്ക്കാൻ പോവുകയാ. കൈ തൊടുന്നതിനെ അനുഗ്രഹിക്കാൻ പോവുക. സാമ്പത്തികമായ തകർച്ചകൾ പിശാച് ശൂന്യമാക്കി മുടിച്ച കുടുംബങ്ങൾ 1000 ഉണ്ടാകുമ്പോൾ 10,000 ചെലവാകുന്ന ഒരു രോഗം മാറുമ്പോൾ അടുത്ത രോഗമിട്ട്, ഒരു ശാപം മാറുമ്പോൾ അടുത്ത ശാപമിട്ട് തകർത്ത നിന്റെ ഭവനം ആദാമ്യ കെട്ടുകൾ പൊട്ടിച്ച്, മനുഷ്യ ശാപ കെട്ടുകൾ പൊട്ടിച്ച് പുതിയ ആദാം, ഒടുവിലത്തെ ആദാം നിനക്ക് വേണ്ടി നേടിയ എല്ലാ നന്മകളും നിനക്ക് തരാൻ പോകുകയാണ്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുന്നു, സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നിന്ന് വേണ്ടാത്ത വാക്ക് പറഞ്ഞത് കേട്ട് ഹൃദയം തകർന്ന നിലയിൽ എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് പറയുന്നു, നീ നിന്റെ മക്കൾ മാറാൻ കാത്തിരിക്കേണ്ട. യേശുവുമായി നീ കടന്നു ചെല്ലുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയാ, വീണ്ടും ജനിച്ച സ്വർഗത്തിന്റെ പൈതല ചെല്ലാൻ പോകുന്നത്. നിങ്ങൾ ഈ വീടിന്റെ നാശമാ, നീ ഈ വീടിന്റെ ശാപമാണെന്ന് പറഞ്ഞ് നിന്നെ മൂലയിൽ തള്ളിയെങ്കിൽ സഹോദരി, നിന്നെ തന്നെ ആ വീടിന്റെ വെളിച്ചമാക്കി, ആ വീടിന്റെ അനുഗ്രഹമാക്കി കർത്താവ് മാറ്റാൻ പോകുന്നത് കൊണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. നിന്റെ ജനിച്ച നാളിന്റെ കുഴപ്പമാണ്, നീ വീട്ടിൽ വന്നതിന്റെ കുഴപ്പമാണ്, നിന്റെ പേരിൽ നിന്റെ പാരമ്പര്യത്തിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞെടുത്ത് നിനക്കൊരു പുതിയ ജന്മനാൾ കർത്താവ് വെച്ചിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അത്രേ. പഴയ ജനനത്തിന്റെ ശാപങ്ങൾ, പഴയ ജനനത്തിന്റെ തകർച്ചകൾ, പരാജയങ്ങൾ മുഴുവൻ മാറ്റി പുതിയൊരു വ്യക്തിയായി. കുടുംബത്തിന്റെ തലവേദനയായിരുന്നു നീയെങ്കിൽ കുടുംബത്തിന്റെ ശിരസ്ഥാനത്ത് അനുഗ്രഹമായി നിറയ്ക്കുന്ന നിറവായി യേശു നിന്റെ കൂടെ ഇരുന്ന് മാനിക്കാൻ പോകുന്നത് കൊണ്ട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം.
സ്തോത്രം. അതിന് നിങ്ങൾ കോട്ടയത്തെ സ്വർഗീയ വിരുന്നിലേക്ക് വരണ്ട, ഇവിടെ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന മീറ്റിങ്ങിനും പോകണ്ട. ഇന്നിത് കേൾക്കുന്ന ഹോളിനകത്തിരുന്നോ TV പ്രോഗ്രാമിലോ കേൾക്കുമ്പോൾ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ വചനം തന്നെയാ, അതിലൂടെ തന്നെയാ കർത്താവ് നിന്റെ അടുക്കൽ വരുന്നത്. യേശുവേ ഇതാ എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് നടന്നു പോകാൻ പോകുന്നത് അനുഗ്രഹത്തിന്റെ ഒരു വ്യക്തിയായിട്ടായിരിക്കും. അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഇന്ന് വരെ നടന്നെങ്കിൽ നീ ഒരു അനുഗ്രഹമായിരിക്കും. അവിടെ പോയിരുന്ന് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് പറയണ്ട. യേശുവിനെയും കൊണ്ട് പോകുമ്പോൾ സഹോദര, നീ ചെന്നിരിക്കുന്ന വീട് അനുഗ്രഹമായിരിക്കും. സഹോദരി, നീ ചെന്നിരിക്കുന്ന ഓഫീസ് അനുഗ്രഹമായിരിക്കും. നീ ഒരു അനുഗ്രഹമായി മാറ്റപ്പെടും. ആമേൻ. അതാണ് ഇവിടെ പറയുന്നത്. കെടുന്ന ബീജത്താൽ അല്ല നിങ്ങൾ ജനിച്ചത്. അതെ, നമ്മളെല്ലാം ശാരീരികമായി ജനിച്ചത് കെടുന്ന ഒരു ബീജത്താലാണ്. കെട്ടുപോകുന്ന വിത്ത് കാണാമേലെ പത്രത്തിലൊക്കെ ചിലരുടെ ഫോട്ടോ വെച്ചിട്ട് ഞങ്ങളുടെ മാർഗദീപം പൊലിഞ്ഞു പോയി എന്ന് എഴുതിയിരിക്കുന്നു. കെട്ടുപോയി. എന്നാൽ കെടാത്ത ഒരു ജനനം നിനക്ക് തന്നിരിക്കുക. കല്ലറ കൊണ്ട് അവസാനിക്കാത്ത ഒരു പുതിയ വ്യക്തി അകത്ത് ജീവിക്കാൻ പോവാ. കെടാത്തതിനാൽ കെടത്തില്ലെന്ന് പറ. യേശുവിനെ വിശ്വസിച്ചാൽ നിങ്ങളാകുന്ന വിളക്കിനി ആർക്കും കെടുത്താനൊക്കത്തില്ല. നിങ്ങളുടെ വിളക്കും കടത്തില്ല, നിങ്ങളാകുന്ന വിളക്കും കടത്തില്ല. നിങ്ങൾ കത്തിക്കൊണ്ടേയിരിക്കും. ലോകത്തിന്റെ വെളിച്ചമായി, കുടുംബത്തിന്റെ വെളിച്ചമായി, നിങ്ങളുടെ സമൂഹത്തിന്റെ വെളിച്ചമായി നിങ്ങളിലൂടെ പ്രകാശം അനേകർ കാണും. കെടുന്ന ബീജത്താൽ അല്ല, പിന്നെ കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ. നിലനിൽക്കുമെന്ന് അങ്ങോട്ട് ചെന്ന് പറ. നിലനിൽക്കുമെന്ന് പറ. ആർക്കും തകർക്കാനൊക്കത്തില്ല. ഈ ലോകത്തിലും തകരത്തില്ല, മരണത്തിനപ്പുറത്തും തകരത്തില്ല, മരണത്തിന് പോലും തകർക്കാനൊക്കത്തില്ല. നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ബൈബിളിനാലെന്നല്ല, പഴയ നിയമം പുസ്തകത്താലെന്നല്ല, അതൊരു വ്യക്തിയുടെ പേരാണ്. ബൈബിളിനകത്ത് വചനം വരാൻ പോകുന്നു എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞു. വചനം ഇതാ വന്നിരിക്കുന്നു എന്ന് സുവിശേഷങ്ങൾ പറഞ്ഞു. വചനമായവനെ വെളിപ്പെടുത്തിക്കൊണ്ട് ലേഖനങ്ങൾ നമ്മുടെ മധ്യത്തിലുള്ളത് കൊണ്ട് ഈ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് നമ്മൾ ആരെ പറയാനാണ് നമ്മളെ വിളിച്ചത്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയാൻ. രക്ഷിക്കപ്പെട്ടവരോട് യേശുവിനെ തന്നെയാണ് പറയുന്നത്. അതുവഴി ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും. വീണ്ടും ജനിച്ചവരോട് അടുത്ത വാക്യത്തിൽ പറയാണ്, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, സകല ജഡവും പുല്ലുപോലെയും. നമ്മുടെ ഈ ജഡം എങ്ങനെയുള്ളൂ? പുല്ലുപോലെ. ആദ്യം കിട്ടിയ ജനനം എങ്ങനെയുള്ളൂ? പുല്ലുപോലെയും. അതിന്റെ ഭംഗി എല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകും. ഭയങ്കര സുന്ദരന്മാരാ നമ്മള്. പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ ചുക്കിച്ചുളിഞ്ഞ് ഈ സൗന്ദര്യം എല്ലാം പോവും. പുല്ല് വാടി പൂ ഉതിർന്ന് പോയി. കർത്താവിന്റെ വചനമോ? ഈ ശരീരം വാടിപ്പോവും, ഈ മണ്ണിൽ തീരും. പക്ഷെ വീണ്ടും ജനിച്ചവൻ, കർത്താവിന്റെ വചനം യേശു അകത്തുണ്ട്, അതെന്നേക്കും ഇരിക്കും. അതെന്നേക്കും ഇരിക്കും എന്ന് പറയാം. അടുത്ത വാക്യം, അത് എന്നേക്കും നിലനിൽക്കുന്നു, അത് ആകുന്നു. അതാ ഞങ്ങൾ പറഞ്ഞ വചനം. ഞങ്ങൾ ഇവിടെ കഥ പറയാൻ വന്നല്ല, യഹൂദ കഥകൾ പറയാൻ വന്നല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ബൈബിളിലെ ഏതെങ്കിലും മഹാന്മാരായ കഥാപാത്രങ്ങളെ പറയാൻ വന്നല്ല. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന, കല്ലറയെ പൊട്ടിച്ചുയർത്തെഴുന്നേറ്റ, ജനങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന, പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്ന, ദൈവരൂപത്തിലാക്കി തീർക്കുന്ന ഒരുവനുണ്ടവന്റെ പേരെത്ര? യേശു. കേട്ട ആ യേശു നിങ്ങളുടെ കൂടെ ഇപ്പോഴും അവിടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ വരും. ഞാൻ പറയട്ടെ, ഹീ സെൻസ് യു ദ ഹോളി സ്പിരിറ്റ്, ഹി അബൈഡ്സ് വിത്ത് യു ഫോർ എവർ. നിങ്ങളുടെ ഹീസ് വിത്ത് യു ഇൻ യുവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. നിങ്ങൾ എവിടെ പോയാലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം തന്നെയാണ്, ഹീ ഈസ് ഗോഡ് ഹിംസെൽഫ്. പരിശുദ്ധാത്മാവിനോട് പറ, പരിശുദ്ധാത്മാവേ എനിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഓഫീസിൽ എനിക്ക് ഇങ്ങനെ ഒരു വിഷയങ്ങളുണ്ട്. പഠിക്കുന്ന പിള്ളേരോട് ഞാൻ പറയട്ടെ, ഇന്ന സബ്ജക്റ്റ് വിഷയമുണ്ട്, പരിശുദ്ധാത്മാവോട് പറഞ്ഞാൽ മതി, പരിശുദ്ധാത്മാവ് പഠിക്കും. എൻ്റെ ഒരു സാക്ഷ്യം അതാണ്. എനിക്ക് ഐ എം നോട്ട് ഭയങ്കര പഠിക്കുന്ന ഒരു പയ്യനൊന്നുമില്ല, ഐ എം ആവറേജ് സ്റ്റുഡൻറ്റ്. ബട്ട് ഞാൻ പറയട്ടെ, ഞാൻ എല്ലാ തവണ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ പറയും, പരിശുദ്ധാത്മാവ് എന്നെ നീ സഹായിക്കണം. എനിക്ക് ഒരു തവണ വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് അത് തന്നെ ചെയ്യും. നിങ്ങൾ ഒരു തവണ ഒരു പേജ് വായിച്ചു, അത് നിങ്ങൾ പിന്നെ മറക്കത്തില്ല. എൻ്റെ സാക്ഷ്യമാണത്. ഞാൻ പറയട്ടെ, ഈ കേട്ടോണ്ടിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, യേശു ഇന്നും ജീവിക്കും, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേട്ടുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലോ. യേശുവെ, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അറകളും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവെ, ഞാൻ പ്രാർത്ഥിക്കും, ഇന്നു മുതൽ അവരുടെ ജീവിതത്തിൽ കർത്താവ് വലിയൊരു ചേഞ്ച്
കാണാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവർ ഇന്നും ഈ വരുന്ന ദിവസങ്ങൾ നേരിടുന്ന എന്ത് വിഷയങ്ങളും ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അതിന് ഞാൻ വിടുതൽ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, നീ സൗഖ്യം വിടുതൽ കൊടുത്തിരിക്കുന്നതിനായി നന്ദി കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ വീണ്ടും കാണും വരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്ത് പ്രാർത്ഥന വിഷയങ്ങളോ നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളോ ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചറിയിക്കുക. താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ. വീണ്ടും കാണും വരെയും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രാജാതിരാജനും കർത്താതി കർത്താനും ദേവാതി ദേവനുമേ. 2015 യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം അത്ഭുത സാക്ഷ്യങ്ങൾ തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. 2015 യേശുവോടൊത്ത് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. യേശുവേ 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 യേശുവേ. 'ഞാൻ നിന്റെ മാത്രമാണേ.'